ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കണ്ടോ വന്ന് വീട്ടിൽ ആരാണെന്നുള്ളത്? എൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മ അനിയനൊക്കെ വന്നിട്ടുണ്ട്, ഇന്നലെ തന്നെ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ചായയൊക്കെ കുടിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ചായ പിന്നെ വേഗം കുടിക്കും, എനിക്ക് ചൂടാറുന്നതിന് മുന്നേ കുടിക്കണം എന്നറിയാലോ. എൻ്റെ അമ്മ എൻ്റെ ജീവനാണ്. അല്ല, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു ഇടാത്തമ്മ. അമ്മ കേൾക്കുമ്പോ എന്താ തള്ളു തള്ളു. ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം ആവില്ല. അപ്പോൾ ഞാൻ വേഗം അടുക്കളയിൽ കയറി നൂൽപുട്ട് ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. എൻ്റെ എളുപ്പപ്പണിയാണെന്ന് അറിയാലോ നൂൽപുട്ട് ഉണ്ടാക്കൽ. അപ്പോൾ വേഗം വേഗം ഞാൻ അത് പീച്ചുന്നുണ്ട് കേട്ടോ. അത് ഒന്നിൻ്റെ മുകളിൽ തന്നെ ഒന്ന് പീച്ചിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഗൈസ്. അതാവുമ്പോൾ നല്ല രസമല്ലേ, എളുപ്പം വേഗം പണി കഴിയുമല്ലോ. അല്ലെങ്കിൽ ഈ ചെറിയ ഇഡ്ഡലിത്തട്ടിൽ എത്ര നൂൽപുട്ട് ഉണ്ടാക്കണം അല്ലേ. ഇതാവുമ്പോൾ ഡസൻ കണക്കിന് നൂൽപുട്ട് ഒരു ഇഡ്ഡലിയിൽ ആവിയിൽ തന്നെ ആയിക്കൊള്ളും അല്ലേ. അപ്പം നമ്മുടെ നൂൽപുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിന് നമ്മൾ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ വെക്കുന്നത്. ഇതാകുമ്പോൾ ഉച്ചയ്ക്കും കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബുദ്ധിപൂർവ്വം രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചത് ഗ്രീൻ പീസ്. അപ്പോൾ അതൊക്കെ വേഗം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല അങ്ങനെയുള്ള എല്ലാ പൊടികളും ഇട്ട് തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് വേഗം വിസിലടിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും തേങ്ങ ചിരകാൻ പറഞ്ഞിരുന്നപ്പോൾ എൻ്റെ മകൻ വന്നിരുന്നു കേട്ടോ. അവൻ ഈ തേങ്ങ ചിരകുന്ന സൗണ്ടിനൊപ്പം തപ്പ് കൂട്ടി കളിക്കുക. അത് കഴിഞ്ഞ് വേഗം അവന് നൂൽപുട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറി ആയിട്ടില്ല, അവന് പാലൊഴിച്ചിട്ട് കൊടുത്തു കേട്ടോ, വിശക്കുമല്ലോ പറഞ്ഞിട്ട്. പിന്നെ അമ്മ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മ പോണ വരെ എൻ്റെ വായും അമ്മയുടെ വായും അടയേ ഇല്ല കേട്ടോ. ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടേ ഇരിക്കും. അപ്പോൾ ആ പറയണതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഇവിടെ കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം അമ്മയ്ക്ക് വേഗം കൊടുത്തു കേട്ടോ കറി കൂട്ടിയിട്ട്. അപ്പോൾ അമ്മ കഴിച്ച് നോക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞു കേട്ടോ. കറി നന്നായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഞാൻ വീണ്ടും എന്തെങ്കിലും നല്ലതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ നന്നായിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുക്കളയിലേക്ക് കയറില്ല, നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചോ പറയും കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം പോപ്കോണൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വേഗമൊന്നല്ല, മെല്ലെ കഴിച്ചൊക്കെ കഴിഞ്ഞ് കഥയൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുട്ടികൾക്ക് സ്നാക്സ് വേണമല്ലോ, അവർക്കൊന്നും സ്കൂളില്ല. അപ്പോൾ എല്ലാവരും കൂടെ അത് കഴിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അതും ഈ സിനിമ തിയേറ്ററിലും പിന്നെ വേലപ്പറമ്പിലൊക്കെ പോകുമ്പോൾ ഈ പോപ്കോൺ ഉണ്ടാക്കണ കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. എന്ത് രസമാണല്ലേ എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടോ. അമ്മ ഇതുവരെ കണ്ടിട്ടില്ലേ ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കണത്. ഇത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര കൗതുകം തോന്നിട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കും അമ്മ എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഞങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ച് കുറച്ച് സ്പെഷ്യലായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. മറക്കാതെ ആ വീഡിയോയും കാണണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ ബൈ ബൈ, സീ യു.